വെൽക്കം ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ വന്നിരിക്കുന്നത് മെറ്റലിൻ്റെ ഗെയിം പ്ലേ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ അലനെ രക്ഷിച്ചിരുന്നു ഗൈസ്. ഇനി ബാക്കിയുള്ള 3 പേരും കൂടെ ഉള്ളു ഗൈസ്. ഇപ്രാവശ്യം നമ്മൾ രക്ഷിക്കാൻ പോകുന്ന എമിലീനെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഗെയിം പ്ലേ തുടങ്ങാം ഗൈസ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എമിലിയുടെ അത് പറഞ്ഞേക്കുന്നത്, എമിലി ഇങ്ങനെ അവരുടെ കൂട്ടുകാരൻ്റെ പാർട്ടി പോയിരുന്നു ഗൈസ്. രാത്രിയാണ്. അപ്പോൾ എമിലിക്ക് വീട്ടിൽ പോകണ്ട ഗൈസ്. അപ്പോൾ എമിലി ഒരു ടാക്സിക്കാരനെ വിളിക്കുന്നു. എമിലി ടാക്സി കയറി പോകുമ്പോഴേക്കും മഞ്ഞായിരുന്നു ഗൈസ്. അവൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ടാക്സിക്കാരൻ ഏതോ ഒരു കാട്ടിക്കൊണ്ട് വണ്ടി നിർത്തി ഗൈസ്. ടാക്സിക്കാരൻ പറഞ്ഞു, സ്ഥലം എത്തിയിട്ടുണ്ട്, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. എമിലി ഇറങ്ങി ഉടനെ പുറകിൽ നിന്ന് അവരുടെ അടി എമിലിയുടെ തലക്കിട്ട് കൊണ്ട് ഗൈസ്. അങ്ങനെ എമിലി എണീറ്റപ്പോൾ ഈ നരകത്തിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ കളിച്ച് ഞാനിത് കംപ്ലീറ്റ് ആക്കിയതാണ് ഗൈസ്. അതുകൊണ്ട് എനിക്കെല്ലാം അറിയാം. പിന്നെ ഇവിടെ ഒരു ലോക്ക് പിക്ക് ഉണ്ട്. ഇതിനകത്ത് എന്താണുള്ളത്? ഒന്നുമില്ല. ചെയ്യാനുള്ളത് അതിനകത്തൊരു ബ്രഞ്ച് ഉണ്ട്. ഉറക്കണം ഗൈസ്. ഇത്രയേ ഉള്ളൂ. അതെ, അപ്പൊ നമ്മൾ ഇവിടത്തെ ഡോറിന്റെ ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ഡോറിന്റെ ഹാൻഡിലാണ് ഗൈസ്. ഇത് പിടിപ്പിച്ച് വെച്ചേക്കാം. പിന്നെ നമുക്ക് ഇത് തുറക്കാൻ ഒരു സിസറാണ് വേണ്ടത്. ഇതിനകത്ത് എന്താണ് ഗൈസ് ഉള്ളത്? ഇതിനകത്തൊന്നുമില്ല. അവൻ ഇവിടെ ആണുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഇത് കളിച്ചപ്പോൾ അവിടെ നിന്ന് മണ്ടത്തരമായിരുന്നു ഗൈസ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് പേടിയില്ല, ഞാൻ ധൈര്യവാനാണ്. ഞാൻ തുറന്നത്. ഞാനൊന്നും അറിഞ്ഞില്ലേ, ഞാനിവിടെ നിന്ന് ബിസ്ക്കറ്റ് തിന്നി വരുന്നേ. ആ ഗൈസ്, പിന്നെ അവിടെ ഒരു പാസ്വേഡ് ഉണ്ട് ഗൈസ് കഥകില്. ഞാൻ പിന്നെയാണ് അത് പാസ്വേഡ് കണ്ടത്. അത് മറ്റേ ടോയ്ലറ്റിനകത്തുള്ള അവിടെ ഒരു ഇതുണ്ടല്ലോ, പെട്ടി, അതിനകത്താണുള്ള. അയ്യോ, എന്തെങ്കിലും പിടിച്ചോ? ആ, ഞാനും നീയല്ല, വേറെ ആരും ഇവിടെ ഇല്ല. ഇറങ്ങി പോടാ ഇവിടുന്ന്. ഗൈസ്, അപ്പോൾ നമ്മൾ പാസ്വേഡ് അടിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ക്രോബാറും കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് അതുപോലെ തന്നെ അടച്ചേക്കാം, അല്ലെങ്കിൽ ധൃതി കയറി എന്നൊക്കെ കാണിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ക്രോബാർ ഇട്ട് നമ്മൾ ഐസ് ഇളക്കി എടുക്കണം ഗൈസ്. ഐസ് ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തോണ്ടും കൂടെ ഇടാം. ഓണാക്കിയേക്കാം. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇവിടെ? ഇറങ്ങി ഓടാനുള്ളയാ. അതില് കട്ട വീണ് കിട്ടി പണി കിട്ടി. എടാ, അടച്ചിട്ട് പോടാ, ഇറങ്ങി പോടാ, ഇറങ്ങി ഓടറാ. ഇല്ലല്ലോ, ഇറങ്ങി ഓടുകയല്ലേ. ഞാൻ വീണ്ടും ഒന്നും കണ്ടില്ല. ഞാനിന്ന് ബിസ്ക്കറ്റ് തിന്നു വരുന്നത്. ഇതെന്താ പാർലേജിയാണ്. നിനക്കും വേണോടാ പാളർജി? ഓ, ദാണ്ട നിക്കുന്നു. എങ്ങോട്ടാണ് ഈ സ്പൂന്ന്? ഇറങ്ങിപ്പോകോ. എന്താണ് ഒരു തീ കത്തുന്ന ശബ്ദം? അവൻ ആ കഥകിന്റെ അടുത്തോട്ട് പോവാണ് ഗൈസ്. അവിടെയുള്ള ആ കഥ തുറന്ന് അങ്ങോട്ട് പോവാണ്. അത് നല്ല കാര്യം എനിക്ക് ഗൈസ്. പോടാ ഇറങ്ങ. കണ്ട, അവൻ ചവിട്ടി അവർ കുഴപ്പമില്ല, നമ്മൾ ചവിട്ടി കഴിഞ്ഞാലാണ് അത് പൊട്ടുന്നത്. ആ, എന്താണ് ഗൈസ്? എന്തിന്റെ കീയാണ്? ഇതിന്റെ കീയാണ് ഗൈസ്. ഇതെന്താ സാധനം? സെറ്റ് അലാം ബൈ ഇൻവിസിബിൾ ഇങ്ക് ത്രോ ഔട്ട് ദ ട്രാഷ്. സെറ്റ് അലാം. പിന്നെ ഇതൊരു നെയിൽ സാധനം വെച്ച് അടച്ചേക്കുന്നതാണ്. ഓ, ബക്കറ്റ്. എനിക്കറിയാം ബക്കറ്റ്. ഇത് നമ്മൾ എടുക്കാൻ. എന്റെ പൊന്നെ, എന്തെങ്കിലും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ ഗൈസ്. അതുപോലെ തന്നെ അടക്കി. അയ്യോ, അടച്ചിട്ട് പോ. ഇത് നമ്മൾ തുറന്നിട്ടേക്ക് വരുന്ന ഗൈസ്. അത്രേ ഉള്ളൂ. ഏകദേശത്തേക്ക് ചത്തു. ഇല്ല, ആരുമില്ല. ഞാൻ വീണ്ടും ഇവിടുന്ന് പാർലേജ് തന്നെ വരുന്നു.
എടാ അവൻ ഇതിനകത്തോട്ട് കേറിയടാ. ഇനി നമ്മൾ എന്നെ എടുക്കും. ചേടാ വീണ്ടും പാർലേജ് നിന്ന് അവിടെ ഇരിക്കേണ്ടി വരും. ഓക്കെ, അവിടെ കൊണ്ട് വെള്ളം ഒഴിക്കാം. വീണ്ടും എടാ നിനക്കൊരു അൽഫാം മേടിച്ചാന്നോളേടോ. ബിസ്ക്കറ്റ് എന്ന് വെച്ച് കാപ്പിയാണല്ലോ. എത്ര വർഷം പഴക്കമുള്ള കാപ്പിയാ? ഇറങ്ങിപ്പോന്നു. വീണ്ടും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. വീണ്ടും നിന്നെ മൈൻഡ് പറ്റിച്ചേ. അയ്യേ അമ്മിപ്പോയേ, മൈൻഡ് നിന്നെ പറ്റിച്ചോണ്ടിരിക്കുവാണേ. മണ്ടൻ നോക്കിയും കണ്ടും വേണം നമുക്ക് കളിക്കാൻ. നമ്മൾ ഓയിക്കാൻ കിട്ടിയല്ലോ. അവനവിടുന്ന് ഇറങ്ങാൻ നമ്മൾ എന്നാ എടുക്കും? ഒരു കാര്യം ചെയ്തല്ലോ, നമുക്ക് വീണ്ടും കാലെടുത്ത് വിട്ടിച്ച് എവനെങ്ങാനും ഇറങ്ങി പോയാലോ. കാലെടുത്തേലോട്ട് വെക്കാം. അപ്പോൾ മണ്ടനാണോ മണ്ടനായിട്ട് അഭിനയിക്കുവാണ്. കുറേ പ്രാവശ്യം ശബ്ദം ഉണ്ടാക്കുവാണെങ്കിൽ അവന് മനസ്സിലാക്കില്ലേ. എനിക്ക് തോന്നി സ്റ്റീൽ ബാറൊക്കെ ചില്ലിൻ്റെ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ലൈറ്റ് അടിക്കുന്നുണ്ട് കണ്ടോ. ഓക്കെ പോയി. അയ്യേ വൃത്തികെട്ടവൻ. എന്താടാ അത്? അവനെ മൈൻഡ് വീണ്ടും പറ്റിച്ചു. ഒക്കെ സിസർ കിട്ടിയിട്ടുണ്ട്. സാധനമുള്ളതാണ് മറന്നു. എടുക്കടാ പ്ലെയർ. ഞാനൊന്നും കണ്ടിട്ടില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല. ഒന്നും അറിയാത്ത പോലെ ഇരിക്കാം. ഇവിടെ 2 ബിസ്ക്കറ്റേ ഉള്ളോടാ. 4-5 വെച്ചൂടെ ഇവിടെ? ഞാൻ എന്തിനാണ് അതിനകത്ത് പോയി തപ്പുന്നേ? ഇവിടുന്ന് ഇറങ്ങി. അപ്പൊ എന്തായാലും അതും കൂടെ ചെയ്തിട്ട് എന്ത് ചെയ്യാം? അവൻ തുറന്നകത്തോട്ട് പോകുമ്പോ നമുക്കത് പൂട്ടിയിടാൻ. സന്തോഷമൊന്നും ഇല്ല, അമ്മാന് ചെറിയൊരു സന്തോഷം. ഓ ഞാനൊന്നും അറിഞ്ഞില്ല. പൊട്ടിക്കോ ഗൈസ് അവൻ. പൊട്ടിച്ചടാ, നമ്മളെ പിടിച്ചടാ.